കുട്ടികൾക്കും സൂപ്പർ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടിയുള്ള നെക്സ്റ്റ് ക്ലാസ് ആണ് ഫ്രം പ്രോബബിലിറ്റി. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സും പ്രോബബിലിറ്റിയിലെ ഫസ്റ്റ് ടോപ്പിക്കായ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണെങ്കിൽ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന അതിൻ്റെ സെക്കൻഡ് ടോപ്പിക് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഈ ടോപ്പിക്കാണ് കണ്ടീഷനിലേക്കാൾ ഇത്തിരിയുടെ ഇമ്പോർട്ടൻസ് കൂടുതൽ, എക്സാമിന് വരാൻ സാധ്യത കൂടുതലാണ്. സാധ്യത എന്നല്ല, ഉറപ്പായിട്ടും വന്നിരിക്കും. എന്താണ് രണ്ട് ഇവൻറ്റ്സുകൾ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചോണം. ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. P of A intersection B is equal to P of A into P of B. ഇതൊക്കെ ഇപ്പോൾ ഈ സ്കൂളിൽ പഠിപ്പിച്ച് കാണും, പക്ഷേ പലർക്കും മറന്നുപോയി കാണാം, അല്ലെങ്കിൽ ഓർമ്മയില്ലായിരിക്കും. ചിലപ്പോൾ സ്കൂളിലൊക്കെ സ്പീഡിൽ പഠിപ്പിച്ചതുകൊണ്ട് മനസ്സിലായില്ലെന്നും വരാം. ഇതൊക്കെ ഇതിലത്തെ പ്രശ്നങ്ങൾ. ഈ ലാസ്റ്റ് സമയങ്ങളിൽ ഉള്ള ചാപ്റ്റേഴ്സുകളെല്ലാം ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം സ്പീഡിലായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുന്ന ഓരോ സ്കൂളുകളിലും, പ്രാക്ടിക്കലിൻ്റെ തിരക്കും പിന്നെ പല കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും ഇത്തിരി നല്ല എളുപ്പത്തിൽ മനസ്സിലാകുന്ന കുറേ കുട്ടികൾക്ക് എളുപ്പത്തിൽ പിടികിട്ടും. മറ്റുള്ളവരുടെ എല്ലാം കാര്യങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രോബബിലിറ്റിയിൽ 7 മാർക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് കൈക്കലാക്കാം. പക്ഷേ ഈസി ആയിട്ടെന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ പിന്നിൽ ഇത്തിരി പണിയുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കിക്കേ, എയും ബിയും രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്. പി ഓഫ് എ ഉണ്ട്, പി ഓഫ് ബി ഉണ്ട്, പി ഓഫ് എ യൂണിയൻ ബി വേണം, പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് വേണം. അപ്പോൾ എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. രണ്ട് ഇവൻറ്റ്സുകൾ ഇൻഡിപെൻഡൻ്റ് ആകണമെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ക്യാൻ ബി പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റി പി ഓഫ് എയുടെയും പി ഓഫ് ബിയുടെയും പ്രോഡക്റ്റിന് ഈക്വലായാൽ വി സേ ദാറ്റ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. ഇവിടെ ഇൻഡിപെൻഡൻ്റ് അവർ തന്നിട്ടുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അവർ തന്നിട്ടുള്ളത് കൊണ്ട് ഇൻ്റർസെക്ഷനെ നമുക്ക് ഇങ്ങനെ രണ്ടാക്കി എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. നമുക്ക് ആദ്യം ആരാ വേണ്ടത്? പി ഓഫ് എ യൂണിയൻ ബി. പി ഓഫ് എ യൂണിയൻ ബിയെ നമുക്ക് ഇങ്ങനെ എഴുതാം, പഴയ ഫോർമുല +1 പി ഓഫ് ബി പ്ലസ് പി ഓഫ് മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് പി ഓഫ് എ യൂണിയൻ ബി. ദാറ്റ് ഈസ് ഈക്വൽ, ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ എഴുതിയിട്ട് വാല്യൂസ് കൊടുക്കാം. ദാറ്റ് ഈസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ നമുക്ക് രണ്ടാക്കി എഴുതാം, പി ഓഫ് എ ഇൻറ്റു ആരെന്ന് എഴുതാം മോനെ, പി ഓഫ് ബി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ. നമുക്കിവിടെ പി ഓഫ് എ എത്രയാണ്? 0.3 പ്ലസ് 0.4 മൈനസ് 0.3 ഇൻറ്റു 0.4 വാല്യൂസ് കൊടുത്തു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇൻ്റർസെക്ഷനെ നാം രണ്ടാക്കി എഴുതി. ഓക്കെ, അല്ലാതെ ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റി നമുക്കിവിടെ വേണ്ട. ഇൻ്റർസെക്ഷൻ ഇങ്ങനെ രണ്ടാക്കി എഴുതുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് വാല്യൂസ് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3 പ്ലസ് 0.4 എന്ന് 0.7 3 4 7 മൈനസ് 0.12 എന്നാണേ. നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തോണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും കുട്ടികൾക്ക് ഇവിടെ തെറ്റാറുണ്ട്. ചിലക്ക് ഇവിടെ 1.2 എന്നൊക്കെ എഴുതും. ഓക്കെ, അങ്ങനെ ചെയ്യല. 0.12 ആൻസർ വരുമ്പോൾ 0.58. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് തെറ്റില്ല എന്നുള്ളത് ക്ലിയർ ആണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. രണ്ടാമത്തേത് നമുക്ക് രണ്ട് വഴിയുണ്ട്. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് നമുക്ക് രണ്ട് വഴിയുണ്ട്. ഞാൻ രണ്ട് എളുപ്പമൊന്ന് കാണിക്കാം, ശ്രദ്ധിച്ചോ. ഫസ്റ്റ് വേ ഇതാണ്. ഇതിന് നമുക്ക് രണ്ടാക്കി എഴുതാം, പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്ന് നമുക്ക് രണ്ടാക്കി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇവിടെ ഇല്ലല്ലോ, ഉണ്ടോ? പക്ഷേ പി ഓഫ് എ ഉണ്ട്. അപ്പം പി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് എ എന്നാണ്. പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് ബി എന്നാണ്. ഓക്കെ, എ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി വേണമെങ്കിൽ 1 നിന്നും എയുടെ പ്രോബബിലിറ്റി കുറയ്ക്കണം, അത്രമേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.3 ഇൻറ്റു 1 മൈനസ് 0.4. What is 1 minus 0.3? 0.7 into 1 minus 0.4 0.6. ആൻസർ 6 7 42 അല്ലേ, 0.42. അപ്പോൾ 0.42 ഒരു മെത്തേഡ്. ഇനി മറ്റൊരു മെത്തേഡ് നോക്കിക്കോണം. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. മക്കളെ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. പിന്നെ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞേക്കാം, നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് മാത്സിന് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിക്കുള്ള ക്ലാസ്, നോട്ട്സ്, ഇൻസ്ട്രക്ഷൻസ്, പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പാക്കേജ്. ക്വസ്റ്റ്യൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനും തരും, ആൻസറും അതങ്ങൾ പഠിച്ചുകൊണ്ട് പോയത് പബ്ലിക്കിന്. ഓക്കെ, ഫുൾ മാർക്ക് എത്തിക്കാൻ വളരെ ഈസിയാണ്. ഓക്കെ, അത് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ബുക്കിലെറ്റ് തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിലെത്തും പോസ്റ്റലായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി, ദാറ്റ് ഈസ് ഇങ്ങനെ ഒരു ഫോർമുലയും കൂടി ഉണ്ട് കേട്ടോ, ചിലർക്ക് അറിയില്ല. അപ്പോൾ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ യൂണിയൻ ബി തരാം 0.58 ഇല്ലയോ,
1 നിന്നും 0.58 മൈനസ് ചെയ്താലും കിട്ടുമെന്ന്. 1 മൈനസ് 0.58 എന്ന് പറഞ്ഞാൽ 0. ആരാണത്? ഫോട്ടോ ആണോ? ഇത് തന്നെ കിട്ടി. അപ്പം ഈ മെത്തേഡിൽ കൂടെ കണ്ടുപിടിക്കണമെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബിയെ കണ്ടുപിടിച്ചിട്ടേ പറ്റുള്ളൂ എന്ന് മാത്രം. അപ്പോൾ ക്ലിയർ ആയല്ലോ? അടിപൊളിയായിട്ടുള്ളൊരു ക്വസ്റ്റനാണ്. ഇങ്ങനെ വേണം പഠിക്കാൻ. ഒത്തിരി പ്രോബ്ലംസുകളെ നിങ്ങൾ പഠിപ്പിച്ച് കഴിഞ്ഞാലും കുറച്ച് പേരൊക്കെ ഇരിക്കും, കുറച്ച് പേരൊക്കെ ഇച്ചിരി കഴിയുമ്പോൾ അടുത്തതിലോട്ട് ഓടും. അതുകൊണ്ടാണ് ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് തരുന്നത്. പക്ഷെ അത് ഉറപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.